സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ വികസനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കിഫിയുടെ ധനസഹായം ധാരാളം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 2016 കേരളത്തിൽ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന അവസരത്തിൽ സമസ്ത മേഖലയും സ്തംഭനാവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങൾ നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. കോഴിക്കോട് ജില്ലയിലെ മാലാപ്പറമ്പിലെ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂള് ഗവൺമെൻറ് വാങ്ങുന്ന സാഹചര്യം ഉള്ളത്. ഒന്നാം പിണറായി ഗവൺമെൻറ് മുതൽ ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ് വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിയാൽ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ എല്ലാ നിലയിലും വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കിഫി ഫണ്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. കിഫിയുടെ ഫണ്ട് ഉപയോഗിക്കുന്നതിനെതിരായി അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രതികരണങ്ങളും നടത്തി കോടതി വരെ കൊണ്ടെത്തിച്ചെങ്കിലും കോടതി പോലും പരാതിക്കാരുടെ പരാതി വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെ കിഫി ഫണ്ട് ചിലവിനെപ്പറ്റി പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും ഫണ്ട് ചിലവഴിച്ചിരിക്കുന്നത് പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലാണ്. ഈ വർഷം 5000 കോടി രൂപയുടെ ഫണ്ട് കേരളത്തിലെ സ്കൂൾ വികസനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. 45,000-ഓളം വരുന്ന സ്കൂളുകളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് റൂംസ് തയ്യാറാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു സ്കൂളിന് ഒരു 5 ലക്ഷം രൂപയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അതിശയമാണ്. ഞങ്ങളെല്ലാം പഠിച്ച കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളുകളെന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും മെച്ചപ്പെട്ട സ്കൂളുകളാണ്. ഇന്നിപ്പോൾ ഭിന്നശേഷി സൗഹൃദമാണ്. കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ലിഫ്റ്റുണ്ട്, എയർ കണ്ടീഷൻ റൂംസ് ഉണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ അൺഎയ്ഡഡ് മാനേജ്മെൻ്റ് ആണല്ലോ ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ തന്നെ കാണിച്ചുകൊണ്ട് കുട്ടികളെ ആകർഷിക്കപ്പെടുന്നത്. നമ്മൾ കുട്ടികളെ ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടിയല്ല, കുട്ടികൾക്ക് ന്യായമായി സ്വൈര്യമായി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക ആണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അത് കിഫി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കിഫിയുടെ ഫണ്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വികസനം നടത്താൻ വേണ്ടി പറ്റില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ് പിന്നെ ഫണ്ട് തരേണ്ട ഏജൻസി എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നിലയിലും കേരള ഗവൺമെൻറ്റിനെ കഴുത്തിറത്ത് ഞെരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ ഓൺ ഫണ്ട് നമ്മുടെ തനതായ ഫണ്ട് ശേഖരിക്കുന്ന കാര്യത്തിൽ കേരള ഗവൺമെൻറ് വിജയിച്ചിരിക്കുന്നു. തനതായ ഫണ്ട് കൂടുതൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന് പോലും ഇന്ന വികസനം നടന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സാഹചര്യം. എല്ലാ കാര്യങ്ങളും ഇതോടും വിയോജിപ്പും എതിർപ്പും ഇറങ്ങിപ്പോക്കും നടത്തുന്ന പ്രതിപക്ഷത്തിന് പോലും ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രകടനത്തിലെ പറഞ്ഞ് നിങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിയുന്നുണ്ടോ? അതും കഴിയുന്നില്ല. പരമാവധി പരിശ്രമിച്ച് നോക്കി അത്തരം കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഫിഡൻ്റാണ്. കാര്യം ഞങ്ങൾക്ക് ഈ പ്രകടനത്തിൽ പറഞ്ഞ കാര്യങ്ങളും UDF നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച നാഷണൽ ഹൈവേ വികസനമായിരുന്നാലും പിന്നെ അതുപോലെ MC റോഡ് വികസനമായിരുന്നാലും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ആയാലും അങ്ങനെയുള്ള പിന്നെ വിഴിഞ്ഞം തുറമുഖം ആയിരുന്നാലും അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒന്നുപോലും പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, ഇന്ന നടന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തിൻ്റെ പേരിൽ LDFനെ എതിരായിട്ട് LDFനെ പരാജയപ്പെടുത്തണം? തീർച്ചയായിട്ടും കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ശരിയായ കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്ന ഒരു സ്ട്രോങ് ഭരണാധികാരിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇവിടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്യാപ്റ്റൻ അങ്കലാപ്പായാൽ പിന്നെ എല്ലാ അങ്കലാപ്പാവുള്ളൂ. ഏത് ഒരു കാലഘട്ടത്തിൽ ആയിരുന്നാലും അങ്ങനെ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് 10 വർഷക്കാലമായി ഉണ്ടായിട്ടില്ല. എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിനിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാർ, അതുപോലെ സാമൂഹികപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർ, പരമ്പരാഗത തൊഴിലാളികൾ, പിന്നെ പ്രൊഫഷണൽസ്, IT രംഗത്ത് ഉള്ളവർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലും ഈ ഗവൺമെൻറ് വിജയിച്ചിട്ടുണ്ട്.
അതിൽ കിഫി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിക്കുക. നിയമമണ്ഡലത്തിൽ ഇപ്പോൾ കിഫിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടുത്തെ നിയമൻ ഹോസ്പിറ്റൽ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് രണ്ട് കെട്ടിടങ്ങൾ കൂടി ആകുമ്പോൾ 16 നിലയിലുള്ള 2 വലിയ കെട്ടിടങ്ങളാണ്. അതോടുകൂടി ഒരു താലൂക്ക് നിലവാരത്തിലുള്ള ഹോസ്പിറ്റലായി മാറുകയാണ്. അതിൽ 23 സ്കൂളുകളിൽ 20ഓളം വരുന്ന സ്കൂളുകൾ പുതിയ കെട്ടിടങ്ങളായി കഴിഞ്ഞു. അതെല്ലാം നല്ലൊരു ശതമാനം ഫണ്ട് കിഫി വഴി ആണ് നമുക്ക് ചിലവഴിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ നടന്ന വികസന പ്രവർത്തനങ്ങൾ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നിയമമണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അത് നല്ലൊരു ശതമാനം കിഫി ഫണ്ട് ഉപയോഗിച്ച് നടന്നിട്ടുള്ള വികസന പ്രവർത്തനമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം കിഫി മുഖാന്തരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രതിപക്ഷ MLA അടുത്ത് പോകണം. പ്രതിപക്ഷ MLA വാരിക്കോരി ഡോക്ടർ തോമസ് ഐസക് കൊടുത്തിരുന്നു. അത് വാരിക്കോരി കൊടുത്ത പോലെ അത് കൈകൊട്ടി വാങ്ങുന്നതിന് വേണ്ടി അതിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. എന്നിട്ട് കേസ് കൊടുക്കുന്നതിന് വേണ്ടി പോകുന്ന ഒരു വഞ്ചനാപരമായ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അത് വലിയ കഷ്ടമായിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും അവർ കിഫി ഉപയോഗിച്ച് ചെയ്ത റോഡിൽ കൂടെ നടക്കൂലെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. കിഫി ഉപയോഗിച്ച സ്കൂളിൽ ഞങ്ങൾ ഇടിച്ചു മാറ്റുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എൻ്റെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ കിഫിയുടെ ഫണ്ട് ധാരാളം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.